നമസ്കാരം. വളരെ മനോഹരമായ ഒരു കടൽ തീര കോട്ടയാണ് വട്ടക്കോട്ട. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യത്തിലെ ഒരു തീരദേശ പ്രതിരോധ കോട്ടയായിട്ടാണ് ഇത് നിർമ്മിച്ചത്. ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കോട്ടയുടെ ഒരു ഭാഗം കടലിലേക്ക് വ്യാപിച്ചു കിടക്കുന്നത് കാണാം. ഈ കോട്ട ഇപ്പോൾ ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. ഇത് വളരെ മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. വട്ടക്കോട്ടയിൽ നിന്നും ഒരു വശത്ത് കടലിൻ്റെയും മറുവശത്ത് കുന്നിൻ്റെയും മനോഹര കാഴ്ചകൾ കാണാം. കടൽ തീരത്താൽ ചുറ്റപ്പെട്ട ഈ കോട്ട കാണാൻ രാവിലെയോ വൈകുന്നേരത്തെയോ സമയമാണ് നല്ലത്. വർഷം മുഴുവനും തുറന്നിരിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണിത്. രാവിലെ 8 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സമയം. പ്രവേശന ടിക്കറ്റ് മുതിർന്നവർക്ക് 25 രൂപയും കുട്ടികൾക്ക് സൗജന്യവുമാണ്. ഇന്ന് കാണുന്ന കരിങ്കൽ നിർമ്മിതി തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്തുള്ളതാണ്. തനി ഗ്രാമീണത തുളുമ്പി നിൽക്കുന്നതാണ് ഇവിടുത്തെ വഴികൾ. പ്രധാന കവാടത്തിൽ ആനകളും ശംഖുകളും അടങ്ങുന്ന രാജചിഹ്നം കാണാം. ഒരു ചെറിയ വാതിൽ. അകത്ത് കയറിയാൽ കൽമതിലിനോട് ചേർന്ന് കൽമണ്ഡപങ്ങൾ കാണാം. ഇത് ഭടന്മാർക്ക് വിശ്രമിക്കാൻ വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ്. ഇത് കോട്ടയുടെ 4 ചുറ്റും ഈ മണ്ഡപം കാണാം. 3.5 ഏക്കർ വിസ്തൃതിയുണ്ട് ഈ കോട്ടയ്ക്ക്. നടുവിലൊരു വലിയ കുളം. ഇത് ആനകൾക്കും കുതിരകൾക്കുമുള്ള വെള്ളമാണ് അവിടെ സംഭരിച്ചിരിക്കുന്നത്. കന്യാകുമാരിയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരം. തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് പോയാൽ വട്ടക്കോട്ട കഴിഞ്ഞിട്ടാണ് കന്യാകുമാരി. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനോട് ദയനീയമായി പരാജയപ്പെട്ടു. പിന്നീട് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ വിശ്വസ്തനാകുകയും ചെയ്താൽ ക്യാപ്റ്റൻ ഡിലിനോയ് എന്ന ഡച്ച് സൈനികൻ്റെ മേൽനോട്ടത്തിൽ 1229 1258 കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചതാണ് ഈ വട്ടക്കോട്ട. ഇദ്ദേഹമാണ് സൈന്യത്തെ ഡച്ച് സൈനിക രീതിയിൽ പരിശീലിപ്പിച്ചത്. കോട്ടയുടെ താഴ്ഭാഗം പുൽത്തകിടികൾ വച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. മുകളിലേക്ക് കയറാൻ വീതിയുള്ള കൽപ്പടവുകളുമുണ്ട്. അതിന് മുകളിലെത്തിയാൽ മനോഹരമായ കടൽ കാഴ്ചകൾ കാണാം. അവിടെയായി വേപ്പ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. കടലിലൂടെ വരുന്ന ശത്രുക്കളെ മുൻകൂട്ടി കാണുക, അതായിരുന്നു കോട്ടയുടെ ലക്ഷ്യം. കോട്ടയുടെ മുകളിൽ ഒരു ആര്യവേപ്പ് കാണാം. അതും അതിമനോഹരമാണ്. 6 മുതൽ 25 അടി ഉയരത്തിലാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഈ വട്ടക്കോട്ട ഒരു സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടം മാത്രമല്ല, വളരെയധികം ആകർഷണീയതയുടെ ഒരു ഉറവിടം കൂടിയാണ്. തിരുവിതാംകൂർ നിർമ്മിച്ച അവസാനത്തെ കടൽ തീര കോട്ടയും കൂടെയാണിത്. ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗമാണ്. തിരുവിതാംകൂറിൻ്റെ ഭരണകാലത്ത് അവരുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന മേഖലകളിൽ ഒന്നായിരുന്നു ഈ മനോഹര കോട്ട. ഈ കോട്ട കാണാൻ വളരെ ഭംഗിയാണ്. തുറസായ സ്ഥലങ്ങളും വിശ്രമമുറികളും വാച്ച് ടവറും കുളവും കിണറും എല്ലാം കാണാം. ഇത് പ്രകൃതി സൗന്ദര്യത്താൽ മനോഹരമാണ്. ഇത് രാജവംശത്തിൻ്റെ പ്രതീകവും ഇപ്പോൾ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളുടെ സന്ദർശിക്കുന്ന ഒരു മനോഹര കോട്ടയുമാണിത്. അത്രയും മനോഹരമാണ് ഇവിടെ കാണാനായിട്ട്. കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴിയിൽ കണ്ടിട്ടില്ല എങ്കിൽ ഒരിക്കലെങ്കിലും പോയി കാണണം. അത്രയ്ക്കും മനോഹരമാണ്. ബാക്കി നേർക്കാഴ്ചയായി കാണാവുന്നതാണ്.